بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിനെ ഈ രൂപത്തിൽ പഠിക്കാനും അർത്ഥസഹിതം മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകിയത്. അൽഹംദുലില്ലാ. നമ്മളിൽ നിന്ന് എല്ലാവരിലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ അള്ളാഹു പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിപ്പോൾ സൂറത്തുൽ ഖലമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. നമ്മൾ ഏകദേശം 43 അല്ലേ 43-44 ആയത്തുകൾ ഏകദേശം എടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി അതിന്റെ ബാക്കി ഇന്ന് കംപ്ലീറ്റ് സൂറത്തുൽ ഖലം പൂർത്തിയാക്കാന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. നമ്മൾ തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ ധിക്കാരികളായ അവിശ്വാസികളായി ജീവിക്കുന്ന ആളുകളുടെ ഉപമ എന്തുപോലെ ആയിരിക്കുമെന്നും അള്ളാഹുൽ വിശ്വസിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ പരലോകത്ത് കുറ്റവാളികളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് അല്ലേ. അതായത് ഈ ദുനിയാവിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സമയത്ത് സുജൂദ് ചെയ്യാതെ അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കാരികളായി തോന്നിവാസികളായി ദുനിയാവിൽ ജീവിച്ച ആളുകളെ നാളെ പടച്ചവൻ ഒരു പരിഹാസ രൂപേണ അവരോട് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല ആവശ്യപ്പെടും. പക്ഷെ ആ സന്ദർഭത്തിൽ അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കൂല അല്ലേ. സുബ്ഹാനല്ലാഹ്. നല്ലതായ അവസരത്തിൽ ദുനിയാവിൽ ഉള്ള സമയത്ത് സുജൂദ്, അതായത് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ട സമയത്ത് അലസതയോടെ അല്ലെ പല ചുറ്റുപാടിലുമായിട്ട് അങ്ങനെ ജീവിച്ചു. നിസ്കാരം ഇല്ല, സമയത്തിന് നിസ്കരിക്കൂല. ചില ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസം ജുമഅക്ക് പോകും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഭയങ്കര അതിശയം തോന്നും പലപ്പോഴും. പക്ഷെ നിസ്കരിക്കാത്ത എത്രയോ ആൾക്കാർ ഈ ദുനിയാവിൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിസ്കരിക്കാത്ത ആൾക്കാരെ അള്ളാഹു തആലന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാഫിർ എന്നാണ് അല്ലെ. മുസ്ലിമിന്റെയും കാഫിറിന്റെ ഇടയിലുള്ള അന്തരം എന്ന് പറയുന്നത് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിസ്കാരം ഒരു വിശ്വാസിയുടെ ഏറ്റവും അഭിവാജികമായ ഒരു ഇബാദത്ത്, ഏറ്റവും നിർബന്ധമായ, ഏറ്റവും ആദ്യം ശരിയാക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം. പക്ഷെ ഇപ്പോഴും നിസ്കരിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇനി നിസ്കരിക്കുന്ന ആളുകളിൽ തന്നെ നമുക്കറിയാലേ സൂറത്തുൽ മാഊൻ ഖുർആനിലെ ഒരു അധ്യായം. അതെങ്ങനെയാന്ന്, അതില് ഒരു ആയത്തുണ്ട് അല്ലെ, ഫവൈലുൽ മുസല്ലീൻ. ശരിക്കും ആ ഒരു ആയത്തിന്റെ അർത്ഥം എന്താ? നമസ്കാരക്കാർക്ക് നാശം എന്നാണ് അല്ലെ. നിസ്കരിക്കുന്നവർക്ക് നാശം. ഇതെന്താ ഖുർആനിൽ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്നല്ലേ. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്, നാശമാണ്, അവർക്ക് ശിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച നമ്മളെ ഇസ്ലാം മതത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിലെന്താ പറയുന്നത് അല്ലെ? എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലെ വല്ലദീനഹും യുറാഊൻ. ഒന്ന്, നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ്. മറ്റൊന്ന്, നമസ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിസ്കരിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് എന്ത് നാശം എന്ന് പറഞ്ഞത്. അപ്പം നമ്മള് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അശ്രദ്ധമായിക്കൊണ്ടോ അല്ല നിസ്കരിക്കേണ്ടത് അല്ലെ. ഒന്ന്, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് അതൊരു സമയം കാലം നോക്കാതെ ഓരോരുത്തർക്ക് തോന്നുന്ന സമയത്ത് അവരവരുടെ ഇഷ്ടം പോലെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കുന്ന ആളുകൾ, അത് ഭയങ്കര അശ്രദ്ധമായ നിസ്കാരമാണ്. പിന്നെ നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായ രൂപത്തിൽ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാതെ റബ്ബിനെ മുമ്പിലാ നിൽക്കുന്നുള്ള ബോധമൊന്നും ഇല്ലാതെ ഒരു യാന്ത്രികമായ നിസ്കാരമാകുമ്പോൾ അതുകൊണ്ടാണ് അശ്രദ്ധമായ നിസ്കാരം അല്ലെ. നിസ്കാരത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. സമയനിഷ്ഠ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതിയെങ്കിൽ ഇന്ന സമയത്തിന് സുബഹി, ഇന്ന സമയത്തിന് ളുഹർ, ഇന്ന സമയത്തിന് അസർ എന്ന് പറഞ്ഞിട്ട് നിശ്ചയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് നിസ്കരിച്ചാൽ പോരെ. അങ്ങനെയല്ലല്ലോ. അതിനൊരു കിതാബ മൗഖൂത്ത, സമയം നിർണയിക്കപ്പെട്ട ഒരു ഇബാദത്താണ് എന്ത്
നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അസ്വലാത്തു ലിവഖ്തിഹ, അല്ലെ? നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. അതിന് ഏറെ ശ്രേഷ്ഠത ഉണ്ട്, പ്രതിഫലമുണ്ട്. നമ്മൾ ഈ ദുനിയാവില് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉത്സാഹവും ഉന്മേഷവും ധൃതിയും കാണിച്ചാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് സിറാത്ത് കടന്ന് അതിവേഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് നമസ്കാരത്തെ വേണ്ടത്ര ഗൗനിക്കാതെ അശ്രദ്ധരായി ജീവിച്ച ആളുകൾ, നിസ്കാരത്തിനെ കൊണ്ട് കൽപ്പിച്ച സമയത്ത് അലസതയായിട്ട് അല്ലേ, പിന്നെ നിസ്കരിക്കൂല എന്ന് പറയൂല. ചില ആൾക്കാർ അങ്ങനെയാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചോളും, അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളാം, ഇത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളാം, അല്ലെ? ഒരു കല്യാണവും തിരക്കും അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങേണ്ട സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിനെ അവഗണിക്കുന്ന മനുഷ്യന്മാരുടെ നന്ദി കെട്ട പ്രവർത്തനങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നിസ്കാരം കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എന്താക്കാൻ കഴിയൂല? സുജൂദ് ചെയ്യാൻ കഴിയൂല. അവിടെ അവഹേളനായിരിക്കും, നിന്ദ്യരായിരിക്കും, അല്ലെ? ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയാൽ നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈഥു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك فلا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. അപ്പോ പറയാണ് ഫദർനി, അല്ലെ? ആകയാൽ എന്നെ വിട്ടേക്കുക. വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ വാർത്ത, ഈ കാര്യത്തെ പിന്നെ കളവാക്കുന്ന ആളുകളെയും ഈ വർത്തമാനത്തെ നിഷേധിച്ച് കളയുന്നവരെയും എന്നെയും കൂടെ വിട്ടേക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? സനസ്തദ്രിജുഹും മിൻ ഹൈഥു ലാ യഅലമൂൻ, അവരറിയാത്ത രൂപത്തിൽ അല്ലാഹു തആല പിടികൂടിക്കൊള്ളും. സത്യനിഷേധികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? ക്രമേണ മെല്ലെ പിടിച്ച് ഒതുക്കിക്കോളും. അതുപോലെ ശിക്ഷയിലേക്ക് അങ്ങനെ പോകും. തൽക്കാലം അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാം. ഇതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തന്ത്രം മാത്രമാണ്. അപ്പോ പിന്നെ ശരിക്കും അല്ലാഹു തആല ഉംലി ലഹും ഇന്ന കൈദി മതീൻ, അല്ലെ? അവരെ അല്ലാഹു തആല എന്താണ്? നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഉംലി ലഹും, അവർക്ക് നാം നീട്ടി ഇങ്ങനെ അയച്ചു വിട്ടു കൊടുക്കൂലേ, കയറ് അയച്ചു വിട്ടു കൊടുക്കുകയാണ്. ഇന്ന കൈദി, എന്നാൽ എന്റെ തന്ത്രം ഉപായം അതെന്താണ്? മതീൻ, അത് ബലവത്താണ്, ശക്തമായതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് പിന്നെ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ ഒരു ഇതായിട്ട് വിടും. പക്ഷെ പിന്നെ അവർക്ക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിൽ നിന്ന് അവർക്ക് എന്താകാൻ കഴിയില്ല, രക്ഷപ്പെടാൻ സാധിക്കൂല എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള രക്ഷയോ സഹായമോ അവർക്ക് ഉണ്ടാകൂല. അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾ എന്താക്കണ്ട, പ്രയാസപ്പെടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാന്ന്, അക്രമിക്ക് അള്ളാഹു അയച്ചിട്ട് കൊടുക്കും. അങ്ങനെ അവനെ പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതരക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അതായത് ഇങ്ങനെ തെറ്റും കുറ്റങ്ങളും പിന്നെ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു തആല അങ്ങനെ വിടും. തിരിഞ്ഞു നോക്കൂല, അവരെ പിടികൂടൂല, പിടിച്ചു കെട്ടൂല.
അതായത് പിടിക്കപ്പെടൂല, ഇങ്ങനെ വിടും. അപ്പൊ അവർ വിചാരിക്കും, ഓ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നമ്മൾ തന്നെ നല്ല ഭാഗ്യവാന്മാരെന്ന് വിചാരിക്കും. പക്ഷെ അവർക്കൊരു പിടുത്തം വരാനുണ്ട് അള്ളാഹിന്റെ അടുത്തുനിന്ന്. ആ പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താക്കാൻ കഴിയൂല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പിടുത്തം നല്ല പിടിക്കുക. ഒരുപക്ഷെ ഈ ദുനിയാവും തന്നെ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ പരലോകത്ത് അതികഠിനമായ ശിക്ഷയായിരിക്കും അനുഭവിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മളെ റബ്ബ് ഇവിടുന്ന് തന്നെ പിടികൂടി പിന്നെ ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞു വഷളായോ അങ്ങനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെന്താണ്, ഹൈറാണ്. കാരണം എന്താ, ഈ ദുനിയാവിൽ ശിക്ഷ അല്ലെ, സുബ്ഹാനല്ലാഹ്, അതെന്തിനു വേണ്ടിയാ, ലഅല്ലഹും യർജിഊൻ, റബ്ബിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാൻ ഒരവസരം നമുക്ക് തരുന്നതാണ് അല്ലാഹു തആല. നേരെ മറിച്ച് അക്രമികളായ ആളുകളെ അള്ളാഹു അങ്ങനെ വിട്ടുകൊടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. ആ കൂട്ടത്തിലാണെങ്കിലോ അങ്ങനെ വിട്ടത് തന്നെ, പിന്നെ അവരെ ലാസ്റ്റ് പിടിക്കുക. ആ ലാസ്റ്റത്തെ പിടുത്തം എന്ന് പറഞ്ഞാൽ ആ പിടുത്തം പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കും ഇതൊക്കെ ആശ്വാസമാണ്. എന്തിനാന്ന് വെച്ചാൽ, ഇനി അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പിന്നെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത് ആദ്യ കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്ത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ ആദ്യ സമയത്ത് പിന്നെ അവതരിക്കപ്പെട്ട സൂറത്തുകളിൽ പെട്ട സൂറത്താണ് എന്ത്, ഈ സൂറത്തുൽ ഖലം. അപ്പം പിന്നെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ട്. കാരണം അതുവരെ സ്നേഹിച്ച് കൂടെ നിന്ന അല്ലെ, അൽ അമീൻ എന്ന് വിളിച്ച അത്രയും അതായിട്ടുണ്ടായ കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളും പരിചയക്കാരും എല്ലാവരും എന്താകുന്ന ഒറ്റയടിക്ക് സത്യം തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരൊക്കെ എതിർക്കുന്നത് മാത്രമല്ല, വിശ്വസിക്കുന്നില്ല, അത് മാത്രമല്ല പരിഹസിക്കുന്നു അല്ലെ, കുറ്റപ്പെടുത്തുന്നു, അവഹേളിക്കുന്നു, കളിയാക്കുന്നു, അങ്ങനെ 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 പല രൂപത്തിൽ വിഷമിപ്പിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അവരെ അങ്ങനെ വിട്ടേച്ചേ, അത് എൻ്റെ ഒരു തന്ത്രമാണ്, എൻ്റെ തന്ത്രമാണ്, അത് ഞാൻ സ്ട്രോങ് ആയിട്ട് അവരെന്താക്കും, പിടിക്കും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. എന്നിട്ട് പിന്നെ ചോദിക്കാം, അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, ഇനി അതല്ല, നീ അവരോട് വല്ല പ്രതിഫലം ചോദിച്ചിട്ട് അവർ കടബാധ്യതയിൽ ഞെരുങ്ങിയിരിക്കുകയാണോ? അതല്ലെങ്കിൽ അം ഇൻദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ, അല്ലെങ്കിൽ അവരടുത്ത് എന്തോ ഒരു ഗൈബ് അല്ലെ, അദൃശ്യമായ എന്തോ അറിവുണ്ടായിട്ട് അവർ അതിങ്ങനെ പിന്നെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? അവരിങ്ങനെ അതൊക്കെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? പിന്നെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു പിന്നെ പ്രതിഫലം ചോദിക്കുന്നില്ല പിന്നെ എന്നുള്ളത് ഉറപ്പാണ് അല്ലെ, അതറിയാം. പക്ഷെ വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാലോ, പിന്നെന്തിനാ നീ വിഷമിക്കുന്ന, ആ രീതിയിൽ പറയൂലേ നമ്മള്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചോദിക്കുന്നതായിട്ടല്ല ഈ ചോദ്യം വരുന്നത്. ഇനി അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു അദൃശ്യമായ അറിവൊന്നും ഇല്ല, അതും അള്ളാഹ്ക്ക് അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം. പിന്നെ പക്ഷെ എന്താ, നീ അതുകൊണ്ട് എന്താക്കണ്ട, പേടിക്കണ്ട, നീ ആശ്വാസം തരുന്നുണ്ട് അല്ലെ, നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, അവരടുത്തുനിന്ന് നീ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ലാലോ, നിനക്ക് കടബാധ്യത ഒന്നും ഇല്ലാലോ അല്ലെ. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, പിന്നെ ഇനി അവരോട് ഒരു പ്രതിഫലം ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആണോ എന്നുള്ള ഒരു ചോദ്യം സ്ഥലത്തിൽ അവിടെ ചോദിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഫസ്ബിർ അല്ലെ, ശരിക്കും നല്ലൊരു വാചകമാണ് അത്. എന്താണ്, അതുകൊണ്ട് നീ ക്ഷമിക്ക്, സ്വബർ അല്ലെ, സ്വബറാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. സ്വബറാണ്, എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആദ്യം വേണ്ടത് സ്വബർ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, റബ്ബിന്റെ വിധി, എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, വിധിയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, കുറച്ച് നേരത്തെ ഒരു സഹോദരി വിളിച്ച് കുറച്ചു നേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ദീനിപരമായിട്ട് അവർ ജീവിക്കുന്നതിന്റെ പേരിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞു, റബ്ബിന്റെ അടുത്ത് നിന്നുള്ള ഒരു ആശ്വാസമാണ് അത്. അള്ളാഹു നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്, റബ്ബിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്നതാണ്, നമ്മളെ ഈമാൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തരുന്നതാണ്. പതറിപ്പോകാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിച്ച്. അൽഹംദുലില്ലാഹ്, നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ ആശ്വസിപ്പിക്കാൻ കഴിയുക. പിന്നെ അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ
എന്താണ്, എല്ലാ റബ്ബിന്റെ തീരുമാനമാണല്ലോ. ഇതൊക്കെ അതാന്റെ തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് അവർക്കെതിരായിട്ട് അവരുടെ വീട്ടിൽ മറ്റു ചുറ്റുപാടുള്ള ആൾക്കാർ എന്തോ ചെയ്യാനുള്ള എന്തോ ഉണ്ട് എന്നൊക്കെ ആരോ പറഞ്ഞിട്ട് ഇവരെ പ്രയാസപ്പെടുത്തി. അപ്പോൾ ഞാനും പറഞ്ഞു അവരോട്, പിന്നെ അവരുടെ ഉമ്മയും അവർക്ക് ഇങ്ങനെ ആശ്വാസം കൊടുത്തെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു എന്നെ വിളിച്ച് സംസാരിച്ച് അവർക്ക് അള്ളാഹു എന്താ പറയാ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ദീനിച്ചിട്ടയോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും റഹ്മാനായ റബ്ബ് അനുകൂലമാക്കി കൊടുക്കട്ടെ. ആമീൻ. കാരണം ശരിക്കും അവരൊരു അവർ പോരാടുകയാണ് ദീനിനു വേണ്ടി, ശരിക്കും പോരാടുകയാണ് ജീവിതത്തിൽ. ചുറ്റിലുള്ള ആളുകളൊക്കെ ഒന്നും ആ ഒരു സഹകരണമില്ല. ക്ലാസ് കേൾക്കുന്നതിന് പിന്നെ വിലക്ക്, ക്ലാസ് കേൾക്കണ്ട, ക്ലാസ് പിന്നെ കയറണ്ട, പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുക. എന്നോട് സംസാരിക്കുമ്പോൾ പോലും അവർ ഭയത്തോടെയാണ് സംസാരിക്കുന്നുണ്ടായ. എന്നോട് പറഞ്ഞു, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും ടീച്ചറെ. അപ്പം ടീച്ചർ ഒന്നും പിന്നെ തിരിച്ചു വിളിക്കുന്നു വേണ്ട കേട്ടോ എന്നുള്ള രീതി അത്രയും ഒരു പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞു എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും റബ്ബിന്. അപ്പോൾ അവരും പറഞ്ഞു, ഇനി ആരെന്ത് ചെയ്താലും അള്ളാന്റെ തീരുമാനം ഇല്ലാണ്ട് ഒന്നും നടക്കൂലല്ലോ അല്ലേ. പിന്നെ അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ റബ്ബിൽ തന്നെ തവക്കുൽ ചെയ്തിട്ടുള്ളത്, ദുആ ചെയ്യുന്ന എല്ലാ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഇതൊക്കെ ചൊല്ലി ഖുർആൻ ഓതി ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ് അല്ലാഹ് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിക്കും, അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരും കുറെ ആശ്വസിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ആശ്വസിപ്പിച്ചു. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് സഹോദരിമാരുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന, അതായത് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പോലും ഒരു സപ്പോർട്ട് ദീനപരമായിട്ട് കിട്ടാതെ, മറ്റു ആൾക്കാരിൽ നിന്ന് കിട്ടാതെ അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ. അള്ളാഹു നമുക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും ജീവിക്കാനും എല്ലാമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ. അല്ലേ. ശരിക്കും കുടുംബത്തിൽ ഈ ദീനിപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു അനുഗ്രഹമാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും എല്ലാം ഒരേ ചിന്തയിൽ ഒരേ ദീനിന്റെ ആൾക്കാരായിട്ട് അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാന്ന് പറയുന്നതിന് വലിയൊരു സൗഭാഗ്യമാണ്. അത് ചില ആൾക്കാർക്ക് നല്ല ഭാര്യയായിരിക്കും, പെണ്ണ് നല്ലതായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് അത്ര ദീനുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഭർത്താവ് നല്ല ദീനായിരിക്കും, ഭാര്യക്ക് ദീനുണ്ടാവില്ല അല്ലെ. അങ്ങനെല്ലാം ആകുമ്പോൾ ശരിക്കും ഭയങ്കര പ്രയാസം തന്നെ ആയിരിക്കും. ആ ജീവിതം ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇണകളൊക്കെ ഈ പറഞ്ഞ എന്താണ്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ അല്ലെ, അതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഭാര്യമാർ, മക്കൾ, ഇണകൾ അല്ലെ, സന്തതികൾ എല്ലാവരിൽ നിന്നും കൺകുളിർമ നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും എപ്പോഴും ദുആ ചെയ്യുക. നല്ല പ്രാർത്ഥനയാണ്, അത് എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ വിധിയിൽ നീ എന്താക്ക്, ക്ഷമിക്ക്. വലാ തകുൻ, നീ ആകരുത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെ പോലെ ആകരുത്, കസ്വാഹിബിൽ ഹൂത്ത്, ആ മത്സ്യത്തിന്റെ ആളുണ്ടല്ലോ, മത്സ്യത്തിന്റെ ആള്, അയാളെ പോലെ ആകരുത് കേട്ടോ. എന്താണ്, പിന്നെ അദ്ദേഹം അങ്ങേയറ്റം അല്ലെ, പിന്നെ എന്താ പറയാ, കോപം, പിന്നെ ദേഷ്യം കൊണ്ട് പിന്നെ ദുഃഖിതനായി ആ ഒരു നിരാശനായിട്ട് പ്രാർത്ഥിച്ച ഒരു സന്ദർഭമുണ്ട് അല്ലെ. യൂനുസ് നബിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സാഹിബുൽ ഹൗത്ത്, ഹൗത്ത് എന്ന് വെച്ചാൽ മത്സ്യം. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ ആ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയാലോ അല്ലെ. യൂനുസ് നബി ജനങ്ങളെ ക്ഷണിച്ചിട്ട് നിരാശനായിട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് നാട് വിട്ട് പോകുന്നതേനു അല്ലെ. ആ സമയത്ത് അള്ളാന്റെ പരീക്ഷണം ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതുപോലെ നീ യൂനസിനെ പോലെ ആകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തേ, നീ നിരാശപ്പെടണ്ട അല്ലെ. പിന്നെ ലൗലാ അൻ തദാറകഹു നിഅമത്തും മിൻ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. അതായത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു അനുഗ്രഹം, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അതാ പറയുന്നത്, ലൗലാ അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നിഅമത്തും മിൻ റബ്ബിഹി, തന്റെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹം, ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, അദ്ദേഹം ആ ഒരു പാഴ്ഭൂമിയിൽ ആക്ഷേപാർഹനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ എന്തായത്, രക്ഷപ്പെട്ടത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട്
അദ്ദേഹത്തെ എന്താണ് ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സ്വാലിഹീൻ. അദ്ദേഹത്തെ തൻ്റെ റബ്ബ് എന്താണ് പിന്നെ നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആക്കി അദ്ദേഹത്തെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. അതുപോലെ പിന്നെ താങ്കളെയും അല്ലെ ആ രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് ആശ്വസിപ്പിക്കുന്നത്. അപ്പം അക്രമികളായ ആളുകൾ പിന്നെ ചിലപ്പം ഇപ്പൊ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം അവരെ അല്ലാഹു തആല എന്താണ് താൽക്കാലികമായിട്ട് ഇങ്ങനെ അഴിച്ചിട്ട് വിട്ടിരിക്കുകയാണ് അല്ലേ. പക്ഷെ അവർക്ക് വലിയൊരു ശിക്ഷ വരാനുണ്ട്. അതുവരെ എന്താക്കണം, ക്ഷമിച്ചിരിക്കണം അല്ലേ. കാരണം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുകയാണ്. യൂനുസ് നബിയുടെ ജനതയെ കുറിച്ച് എന്താ പറയുന്നത് അല്ലെ, അദ്ദേഹം പ്രബോധനം ചെയ്ത സന്ദർഭത്തിൽ പിന്നെ അവര് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് ദേഷ്യമായി, വിഷമായി, അങ്ങനെ നാട് വിട്ടു പോവുകയായിരുന്നു അല്ലെ. പോയ സമയത്താണ് എന്തായത്, കപ്പൽ യാത്ര ചെയ്യുന്നത്. കപ്പലിൽ ആരെങ്കിലൊക്കെ പുറത്തേക്ക് ഇടണം, എന്നാലേ കപ്പൽ അല്ലെങ്കിൽ ആകെ മുങ്ങുന്ന അവരവസ്ഥ വന്നു അല്ലെ. നെറുക്കിട്ട് യൂനുസ് നബിന്റെ പേര് വന്നു, പിന്നെയും നെറുക്കിട്ടപ്പോ യൂനുസ് നബിന്റെ പേര് തന്നെ വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. അവിടുന്ന് അദ്ദേഹം പറയുന്നുണ്ട് റബ്ബിനോട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഖേദിച്ച് മടങ്ങിയല്ലേ. വലിയൊരു പശ്ചാത്താപ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് എന്ത്, ഈ പ്രാർത്ഥന അല്ലെ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥന. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. പിന്നെ സമുദ്രത്തിന്റെ ഒരു ഒഴിഞ്ഞ തീരത്ത് ആ മത്സ്യം പുറന്തള്ളിയില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ സമയത്ത് യൂനുസ് നബി ആകെ അവശനായിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ നൽകി യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ച് വീണ്ടും പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്തു. അപ്പോൾ അതുപോലെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാന്ന്, നീ അദ്ദേഹത്തെ പോലെ ആകരുത്. ജനങ്ങൾ എന്താ ആക്ഷേപം പറഞ്ഞോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, നീ എന്താക്കാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല. ആൾക്കാർക്ക് എന്തും പറയാലോ അല്ലെ. ആൾക്കാർക്ക് പറയുന്നതിന് എന്താ ഒരു പ്രശ്നവും കുഴപ്പമോ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഓരോ വചനങ്ങളും ഇല്ലേ നമുക്കും ഉള്ള ഒരു സമാധാന വാക്കുകൾ തന്നെയാണ് അല്ലേ. എല്ലാം റബ്ബിന്റെ അടുത്ത് നിന്നുള്ള ഒരു ആശ്വാസ വചനങ്ങളായിട്ട് ഫീൽ ചെയ്യാന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാന്നല്ലേ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നാട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും എല്ലാവരിൽ നിന്നും ആക്ഷേപവും പ്രയാസവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെന്തിനാ തളർന്നു പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ഉണ്ടല്ലോ കൂടെ അല്ലെ. പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ ഒരടിമയായിട്ട് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയ ഒരു സമാധാനം, വലിയൊരു ആശ്വാസം. റബ്ബിൻ്റെ അടിമകളാകണം നമ്മൾ അല്ലെ, ഇബാദുകളാകണം, ആബിദീങ്ങളാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സ്വാലിഹീങ്ങളിൽ അപ്പം നമ്മളെന്താക്കും, അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തും അല്ലെ. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന്ന്, വഇയകാദുല്ലദീന കഫറു, ആ പിന്നെ അവിശ്വസിച്ച ആളുകളുണ്ടല്ലോ അവരാകാറാകുന്നു എന്ത്, ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് നിന്നെ വഴുക്കി വീഴ്ത്താൻ നോക്കുന്നു. ഇങ്ങനെ ഇടം കണ്ണിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതാക്കുമല്ലോ അല്ലെ. അങ്ങനെ പിന്നെ നിന്നെ അവർ ഇതാക്കുന്നു. ബി അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട്. ലമ്മാ സമിഉ ദിക്ർ അല്ലെ, ഈ ഉത്ബോധനം അള്ളാഹുവിൻ്റെ ഈ ഇത് പ്രബോധനം അവർ കേൾക്കുന്ന സമയത്ത് അവരിങ്ങനെ നോക്കിയിട്ട് പിന്നെ പ്രയാസപ്പെടുത്തുന്നു. പക്ഷെ എന്നിട്ട് അവർ പറയണെന്ത്, വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, ഇന്നഹു ലമജ്നൂൻ, നിശ്ചയമായും നീ ഭ്രാന്തൻ തന്നെയാണ് അല്ലെ, ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്ന് അവർ പറയും എന്നാ പറയുന്നത്. സത്യനിഷേധികള് അല്ലെ ഖുർആൻ കേൾക്കുമ്പോൾ അവർക്ക് പിന്നെ ഭയങ്കര വെറുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ അവര് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
വചനങ്ങളൊന്നും കേൾക്കുമ്പോൾ അവർ കേൾക്കാനും അനുസരിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകൂല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താക്കും? അങ്ങേയറ്റം പ്രയാസപ്പെടുത്തും അല്ലേ? ആ പ്രയാസപ്പെടുത്തുന്നത് ചിലപ്പോൾ നോട്ടം കൊണ്ടുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ കഠിനമായ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ പെട്ടെന്ന് അല്ലേ, മനുഷ്യനാണല്ലോ, എന്തായാലും ഒരു പതർച്ച ചിലപ്പോൾ സംഭവിച്ചേക്കാം അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരുടെ നോട്ടം തന്നെ ആളെന്താകും, ഉരുകി ഒഴുകി ഇല്ലാതായി പോകുന്നൊരവസ്ഥ ഒക്കെ ഉണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും കടുത്തതായിരിക്കും. പക്ഷേ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നറിയോ? വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. അവര് പറയും ചിലപ്പം നീ ഭ്രാന്തനാണെന്നൊക്കെ, പക്ഷേ ഇതെന്താണ് ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഖുർആൻ പഠനം, പഠിക്കൽ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, നിർത്താൻ പാടില്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. കാരണം അപ്പോഴല്ലേ നമുക്ക് റബ്ബിന്റെ ആശ്വാസം നമുക്ക് കിട്ടുക അല്ലേ, റബ്ബിൽ നിന്നുള്ള സമാധാനം നമുക്ക് കിട്ടുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ആ ദിക്ർ കൊണ്ടല്ലാതെ എന്താണല്ലേ നമുക്കൊരു സമാധാനം വേറെ എന്താ കിട്ടാനുള്ളത്? സുബ്ഹാനല്ലാഹ്. ഇതിലൂടെ കിട്ടുന്ന ആശ്വാസം, ഇതിലൂടെ കിട്ടുന്ന സമാധാനം അത് വേറെ എവിടുന്നെങ്കിലും കിട്ടുമോ? എവിടുന്നും കിട്ടൂല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ച് പറയുന്നു, നമുക്ക് ഈ ഖുർആൻ കൊണ്ട് കിട്ടുന്ന ആശ്വാസം, ഈ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനം അത് നമുക്ക് വേറൊരാളെ വാക്കിൽ നിന്നൊന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരാളടുത്ത് നമ്മൾ എന്തെങ്കിലും പ്രയാസം പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ കുറച്ച് ആശ്വസിപ്പിക്കുമായിരിക്കും. അത് ആ സമയത്തുള്ള ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെയും നമുക്ക് ഇങ്ങനെ നേരെ മറിച്ച് നമ്മൾ ഖുർആനിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ, ഖുർആനിൻ്റെ വചനങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ആഴത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു ആശ്വാസം തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് നമുക്കിങ്ങനെ കൂടുതൽ അടുക്കാൻ, റബ്ബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകളായി ദുനിയാവിൽ ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ സഹോദരി ഇങ്ങനെ വിളിച്ച ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആശ്വസിപ്പിച്ചു. നമുക്ക് ഖുറാനും ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചവൻ്റെ ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ. അപ്പോഴും അവർ പറഞ്ഞ ഒരു വാചകം തന്നെയാണ്, എന്താ പറയുക, ഇങ്ങനെ ഒരു പിന്നെ വിഷമമൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഒരു സമാധാനം ഉള്ളത്, ആകെ ഉള്ളത് എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു സമാധാനം. അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇങ്ങനെ കോരിത്തെരിക്കുന്ന പോലെ തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ അവർ എന്താ പറയുക, ജന്മം കൊണ്ട് മുസ്ലിം ആണെങ്കിലും പിന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചു തുടങ്ങിയത് ഇപ്പോൾ കുറച്ചേ ആയുള്ളൂ. പക്ഷെ അവർക്ക് നല്ലപോലെ ഇത് പഠിക്കാൻ, നല്ല ഇതിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ അവരെ ഭയങ്കര പ്രയാസപ്പെടുത്തുന്നുണ്ട്. ശരിക്കും നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട എന്താ അറിയോ, നമ്മൾ എത്രയോ വലിയ അനുഗ്രഹത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് എന്തൊരു സൗകര്യമാണല്ലേ, നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും എല്ലാത്തിനും നമുക്ക് എല്ലാം സപ്പോർട്ടല്ലേ. നമ്മുടെ വീട്, നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുടുംബം എല്ലാം ഭയങ്കര സപ്പോർട്ടല്ലേ ഈ വിഷയത്തിൽ. സുബ്ഹാനല്ലാഹ്. നമുക്കൊരു പരീക്ഷണം ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാ. എല്ലാവർക്കും സമാധാനപരമായിട്ട് പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ, മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ ആളായി ജീവിക്കാൻ, പരിശുദ്ധ ഖുർആനിന് മരണം വരെ ഇതിങ്ങനെ പഠിപ്പിച്ചും ഇങ്ങനെ ഹൃദയത്തിലേറ്റിയില്ലേ നല്ലൊരു എന്താ പറയുക, ഖുർആനിൻ്റെ വക്താക്കളായിട്ട് ജീവിതം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അമലുകൾ ചെയ്തിട്ട് എന്താണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും പോലെ ആ മുത്തഖീങ്ങൾക്ക് ഇമാമാകുന്നതിലും ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഈ ഒരു സൂറത്ത് നമ്മൾ പൂർത്തിയാക്കി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ സൂറത്തിലൂടെ എന്താണ് ചരിത്രങ്ങളും ഒരു സംഭവങ്ങളും അല്ലെ എല്ലാം കൂടി കോർത്തിണക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ആശ്വാസം പകർന്ന നല്ലൊരു അധ്യായമാണിത്. ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് ആശ്വാസമായെങ്കിൽ നമുക്കും എല്ലാവർക്കും ഇതെന്താകണം, ഒരാശ്വാസമായി മാറണം. ഇതിൽ നിന്നുള്ള പാഠം, ആ ചരിത്ര സംഭവത്തിൽ നിന്നുള്ള പാഠം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك